എന്തായാലും വിവാദങ്ങളൊക്കെ ഉണ്ടായാല് ഡെസ്പാവോ അതോ ഭയങ്കര അയ്യോ അതൊട്ടുമില്ല, ഏ? ഒരു ഡെസ്പും ഇല്ല. അങ്ങനത്തെ അത് ആരെയും ഒരു ഭയമില്ലാതാണ്. ആ കാരണം സ്വന്തം ജോലിയിൽ ഭയങ്കര ആത്മവിശ്വാസം കൂടുതലാണ്. എല്ലാത്തിലും ഞാൻ ആരുടെയും മുമ്പിൽ ഇങ്ങനെ വെറുതെ അല്ല, എനിക്ക് എൻ്റെതായ കഴിവുകൾ കൊണ്ടാണ് ജീവിക്കുന്നത്. അല്ല, നുണ പറയില്ല. പുള്ളിയുടെ ഏറ്റവും വലിയ നുണ പറയില്ല ആരോടും. സത്യസന്ധമായിട്ട് ഇതേ പറ്റത്തുള്ളൂ, ഇങ്ങനെ വേണം, ഇങ്ങനെ ചെയ്തിരിക്കണം എന്നുവെച്ചാൽ എന്നാൽ അവരെ ബുദ്ധിമുട്ടിക്കല്ലേ ചെയ്യുന്നത്. അവരുടെ വളരെ മാന്യമായിട്ട് പെരുമാറി നല്ല രീതിയിൽ ലൊക്കേഷനിലൊക്കെ എന്നുണ്ടെങ്കിൽ 15 ദിവസം വർക്ക് ചെയ്യേണ്ടതാണെങ്കിൽ പുള്ളി പോയി കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് തീരും ആ പടം. ഹാർഡ് വർക്ക് ചെയ്ത് ടൈം അത് ഭയങ്കര ഒരേ സമയം 2 പടം വർക്ക് ചെയ്ത് 2 തീർന്നിട്ടുണ്ട്. വടകര തേൻതുള്ളി KP കുമാരൻ, കോഴിക്കോട് മദാലസ ശങ്കരദാസ് സാറിൻ്റെ 2 തീർത്തു. ഒരേ ദിവസം പകലൊരു പടം, രാത്രി ഒരു പടം, അങ്ങനെ. നസീർ സാർ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസർക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഹീറോ ആണ് സുഖേട്ടൻ. നസീർ സാറായിരുന്നു അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നമ്മള് ഓർമ്മയിലും ഇതുള്ളത്. പക്ഷെ സുഖേട്ടൻ അതിൻ്റെ അതേപോലെ തന്നെ ഈ നസീർ സാർ മറ്റു കാര്യങ്ങളിൽ ഇടപെടില്ല, എല്ലാം ഡയറക്റ്റ് പറഞ്ഞു. സുഖേട്ടൻ പക്ഷേ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ വിളിച്ച് അത് ഇങ്ങനെയല്ല ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് പാച്ചപ്പ് ചെയ്ത് വേഗം ഈ പ്രൊഡ്യൂസർക്ക് ഭയങ്കര നല്ലതാണ്. കാരണം സുഖേട്ടൻ വെച്ചെടുക്കുന്ന പടങ്ങൾ പെട്ടെന്ന് തീരുകയും ലാഭകരമാവുകയും ചെയ്യുമ്പോൾ ആണ് വീണ്ടും വീണ്ടും വീണ്ടും. നമുക്ക് ഇനി അദ്ദേഹത്തിൻ്റെ സമകാലീനായിട്ടുള്ള ഒരാൾ, ഇപ്പോഴും സിനിമയിൽ വളരെ സജീവമായിട്ടുള്ള ഒരാളാണ്. നമ്മളൊക്കെ ഇരിക്കുന്ന പോലെ അത്യാവശ്യം വർത്തമാനം പറഞ്ഞിരുന്നാൽ നല്ല കഥകൾ പറയാനും പഴയ കാര്യങ്ങൾ പറയാനും ഒക്കെ വലിയ താല്പര്യമുള്ള ഒരാളാണ്. സിദ്ധുവേട്ടനെ പറഞ്ഞ പോലെ ഫേസ്ബുക്കിൽ ഇച്ചിരി എഴുത്തൊക്കെ ഉള്ള ഒരാളാണ്. നമുക്ക് മോഹൻ ജോസേട്ടൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കാം. 85-ൽ ഇരകൾ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് ഞാൻ സുകുമാരനുമായിട്ട് അടുത്ത് ഇടപഴകുന്നത്. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് അധികം പടങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ കൂടി എവിടെ വെച്ച് കണ്ടാലും വളരെ സൗഹാർദ്ദപരമായിട്ട് എന്നെ വിളിച്ച് അടുത്തിരുത്തി വിശേഷങ്ങളൊക്കെ പങ്കിടുമായിരുന്നു. ആ തലമുറയിലെ അതിബുദ്ധിമാനും വിദ്യാസമ്പന്നനും തനതായ ഒരു അഭിനയ ശൈലിയുടെ ഉടമയും ആരെയും കൂസാത്ത പ്രകൃതവും സർവോപരി ഒരു ഒറ്റയാനുമായിരുന്നു. ഈ സ്വഭാവവിശേഷങ്ങളാണ് എനിക്ക് സുകുമാരനോട് ഒരു മതിപ്പ് തോന്നാൻ കാരണം. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് കൊടുത്ത ഒരു ഉപദേശമുണ്ട്: ഏത് സാഹചര്യത്തിലും സത്യമേ പറയാവൂ. ഒരുപക്ഷെ അത് ആദ്യം പ്രതികൂലമായി ബാധിച്ചേക്കാം, എന്നാലും ഭാവിയിൽ അത് നന്മയായിട്ടേ വരൂ. അത് വളരെ പ്രസക്തമായൊരു ഉപദേശമാണ്. ഈ കാലഘട്ടത്തിൽ എന്നല്ല, ഏത് കാലഘട്ടത്തിലും അത് പ്രായോഗികമാക്കേണ്ട ഒരു സംഗതിയാണ്. സത്യം.